ഒരുപാട് സന്തോഷമുണ്ട്. അത്രമാത്രം സന്തോഷം എന്ന് പറഞ്ഞാൽ സാറിനെ പോലുള്ള ഒരു മഹത് വ്യക്തി എനിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നു. അതിനേക്കാളൊക്കെ ഉപരി 10 lakhs എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഹ്യൂജ് എമൗണ്ടാണ്. ആ ഒരു എമൗണ്ട് കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ പേരിൽ സാർ തരുന്നു എന്ന് പറഞ്ഞാൽ അതിനുള്ള നന്ദിയും കടപ്പാടും എല്ലാ കാലത്തും എനിക്കുണ്ടായിരിക്കും. ഗുഡ് തീർച്ചയായിട്ടും സാധാരണക്കാരനായിട്ടുള്ള എന്നെ കൺസിഡർ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ മുന്നിൽ എല്ലാവരും സാധാരണക്കാരാണ്. എല്ലാം എത്ര വലിയ ബിസിനസ്മാനാണ് എല്ലാവരും സാധാരണക്കാരാണ്. അപ്പോൾ അങ്ങനെ ഇതൊരു ദൈവത്തിൻ്റെ കൃപയും നമുക്ക് എല്ലാവർക്കും ദൈവത്തിനോട് നന്ദി വേണം. അപ്പോൾ ബുക്കും അതുപോലെ തന്നെ കണ്ടോ ഷർട്ടിന് മാച്ചിങ് ബുക്ക്. അല്ല ഞാൻ സാറിൻ്റെ ഇപ്പം ഇങ്ങനെ സാറിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം എന്നെ പോലുള്ള ഒരാളെ കൺസിഡർ ചെയ്യാൻ കാണിച്ച ഒരു മനസ്ഥിതി ഉണ്ടല്ലോ, അതൊരു വലിയ കാര്യമാണ്. പിന്നെ ഇന്നലെ പ്രഖ്യാപിച്ചു, അത് കഴിഞ്ഞ് ഇന്ന് ചെക്ക് തരികയാണ്. അതാണ് കോൺഫിഡൻസിന്റെ ഒരു പോളിസി. വാഗ്ദാനം മാത്രമല്ല, എൻ്റെ അമ്മ പറയാനുണ്ട്, ഇതിൽ ആശ മാത്രം കൊടുക്കാൻ പാടില്ല. നമ്മൾ പറഞ്ഞ ഇത് കൊടുത്ത് സാറ് എത്ര തിരക്കുള്ള മനുഷ്യനാണ്, ഒരു മഹത് വ്യക്തിയാണ്. എന്നിട്ട് കൂടെ സാർ എനിക്ക് വേണ്ടി ഇത് തരാന്ന് പറഞ്ഞാൽ അത്രമാത്രം സന്തോഷമുണ്ട് സാർ. താങ്ക് യു. ഞാൻ പിന്നെ നിങ്ങളുടെ ഓഡിയൻസിന് ചോദിക്കും എങ്ങനെയാണ് റെഡ് എന്ന്. ഞാൻ റെഡിലെ സൈൻ ചെയ്യാറുള്ളൂ ഈ ചെക്ക്. അപ്പോൾ നാളെ എൻ്റെ എപ്പോഴും റെഡ് കളറിലാണ് ഞാൻ സൈൻ ചെയ്യുന്നത്. എനിക്കൊരു സ്പെഷ്യാലിറ്റിയാണത്. അപ്പോൾ നാളെ ബാങ്കിലിട്ടോളൂ. മറ്റൊന്ന് 10 ലക്ഷാധിപതി. താങ്ക് യു. ഒരുപാട് നാളുകളായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് റോയ് സാറിന്റെയും കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഒക്കെ. ആ ഒരു അതിപ്പോ പെട്ടെന്ന് ഇങ്ങനെ സാറിനെ കാണാനും അടുത്ത് നിൽക്കാനൊക്കെ പറ്റിയതിൽ നന്ദിയുണ്ട് കേട്ടോ സാർ. താങ്ക് യു. അപ്പൊ ഇപ്പൊ എന്റെ ട്രിപ്പില് റിയാസ് ദുബായിൽ നിന്നാണ് റിയാസ് വന്നത് ഇതിനു വേണ്ടി. വിനീത്, സുമേഷ്, പിന്നെ നമ്മുടെ സുഹൃത്ത് പുളിയും അസാദ്. അപ്പോൾ ഞാൻ ഇവിടെ വന്നത് നമ്മുടെ ഫൈസൽക്കയുടെ വീട് ഇനോഗ്രേഷനാണ്. എൻ്റെ ബ്രദർ പോലെയാണ് ഫൈസൽക്ക. അപ്പോൾ പുള്ളിയുടെ ഒരു നല്ലൊരു വീടാണ്, ബ്യൂട്ടിഫുൾ. ഇന്നലെ അവിടെ പോയിരുന്നു. അങ്ങനെ ലാൻഡ് ചെയ്യുമ്പോഴാണ് ഞാൻ തിങ്ക് ചെയ്തത് നമ്മുടെ അനീഷിന് എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നത്. അത് ഞാൻ അങ്ങനെ ജസ്റ്റ് തിങ്ക് ചെയ്തതാണ്. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി അബിലിനോട് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ബന്ധപ്പെട്ടത്. അപ്പോൾ വീട്ടിലേക്ക് യു ഗോയിങ് ബാക്ക് ഹോം അല്ലേ? കൺവേ മൈ റിഗാർഡ്സ് ടു പേരൻസ്, ഫാമിലി, എവറിബഡി ആണ്. നാട്ടുകാരോടും എല്ലാവരോടും പറഞ്ഞു. പ്രത്യേകിച്ച് എൻ്റെ വീട്ടുകാരും നാട്ടുകാരൊക്കെ ഭയങ്കരമായിട്ടുള്ള സന്തോഷത്തിലാണ്. എൻ്റെ നാടിൻ്റെ പേര് കോടന്നൂർ എന്നാണ്, ഒരു കാർഷിക ഗ്രാമമാണ്. അപ്പോൾ അവിടെയുള്ളവരെല്ലാവരും വീട്ടുകാരും നാട്ടുകാരും ഒക്കെ എത്രമാത്രം സന്തോഷത്തിലാണ്. എല്ലാവരും സാറിനോടുള്ള നന്ദിയും സന്തോഷമൊക്കെ പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഞാൻ അവിടെ ഉറപ്പായിട്ടും. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. പിന്നെ നിങ്ങളെല്ലാ മീഡിയാസും താങ്ക് യു വെരി മച്ച് ഫോർ ബീങ് ഹിയർ. അപ്പോൾ നിങ്ങൾ അനീഷിന്റെ സ്നേഹം കൂടെ ഇവിടെ എത്തിയിരിക്കണം. അപ്പോൾ താങ്ക് യു ആൻഡ് സീ യു ഓൾ അഗൈൻ. ഓക്കെ, താങ്ക് യു. ബൈ. സാർ ഒരിക്കൽ കൂടെ ലക്ഷ്മി ലക്ഷ്മി വരും. ഓക്കെ, കം. ലക്ഷ്മി ബിഗ് ബോക്സിൽ നന്നായിട്ട് പ്ലേ ചെയ്തൊരു കണ്ടസ്റ്റന്റ് ആണ്. അപ്പോൾ ഐ നോ ലക്ഷ്മി ഫോർ ദ ലാസ്റ്റ് 1 year. ലക്ഷ്മി, all the best in life and I'm sure that a lot of good things will happen to you, Anish and Anumol and every single participant. And I'm sure that Big Boss is a platform that takes you to the next league. Take care. Bye-bye. അപ്പോൾ ഇനി യാത്രയില്ല, ഞാൻ ഇറങ്ങട്ടെ. താങ്ക് യു. ആ പുള്ളിയും എൻ്റെ കൂടെ ഇന്നലെ തൊട്ടിട്ടുണ്ട്. അങ്ങയുടെ നികേഷ് ഇന്നലെ തൊട്ട് കൂടെ ഉണ്ട്. അപ്പോൾ നികേഷ് അത് അവർക്കെല്ലാം ഓക്കെ. താങ്ക് യു. അതല്ലേ